Hi all, welcome back to the geography class based on the chapter Manufacturing Industries. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതായത് റോ മെറ്റീരിയൽ ബേസ്ഡിൽ വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അഗ്രോ ബേസ്ഡ്. അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്കറിയാം അതിൽ ഓരോ ടോപ്പിക്സ് അത്ര കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള, അതായത് റോ മെറ്റീരിയൽ ബേസ്ഡിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി എന്നത്. നിങ്ങൾക്ക് ആ പേര് തന്നെ മനസ്സിലാവും. ഇൻഡസ്ട്രീസ് ദാറ്റ് യൂസ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ആസ് റോ മെറ്റീരിയൽസ് ആർ കോൾഡ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അതായത് മിനറൽസോ അല്ലെങ്കിൽ മറ്റ് മെറ്റൽസോ റോ മെറ്റീരിയലായി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇനി നമുക്കതിൽ ഓരോ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് എ ബേസിക് ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് ബേസിക് ഇൻഡസ്ട്രി? ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ ടൈപ്സ് ഓഫ് മെഷീനറി ടു റൺ ഓൾ ദി അതർ ഇൻഡസ്ട്രി. ഇപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ മറ്റേതൊരു ഇൻഡസ്ട്രി റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് മെഷീനറീസ് ആവശ്യമാണ്. സോ ഹൂ പ്രൊവൈഡ്സ് ഓൾ ദീസ് മെഷീനറീസ്? നോ ഡൗട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്നത് ഇറ്റ് ഈസ് എ ബേസിക് ഇൻഡസ്ട്രി ബിക്കോസ് ഇറ്റ് സപ്പോർട്ട് ഓൾ അതർ ഇൻഡസ്ട്രീസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഇതിൻ്റെ യൂസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. സ്റ്റീൽ ഈസ് നീഡഡ് ടു നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂം ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരുപാട് തിങ്സ് അവിടെ ഉണ്ടായിരിക്കും മെയ്ഡ് ഫ്രം അയൺ ആൻഡ് സ്റ്റീൽ. സ്റ്റീൽ ഈസ് നീഡഡ് ടു മാനുഫാക്ചർ എ വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഡിഫൻസ്, മെഡിക്കൽ, ടെലിഫോണിക്, സയന്റിഫിക് എക്യുപ്മെന്റ്സ് ആൻഡ് എ വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഇല്ലാത്തൊരു ലോകം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥ. അത്രത്തോളം നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തി വെക്കുക, എത്രമാത്രം ഗുഡ്സ് നമ്മൾ അയൺ ആൻഡ് സ്റ്റീലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് പോയിന്റ്, പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് ദ ഇൻഡെക്സ് ഓഫ് എ കൺട്രീസ് ഡെവലപ്മെന്റ്. അതായത് ഇതൊരു ബേസിക് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഒരു കൺട്രി ഡെവലപ്മെന്റ് പോലും ബേസ് ചെയ്തിരിക്കുന്ന അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ യൂസിന് മറ്റൊരു വേർഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ കൺസംഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡക്ഷനും കൺസംഷൻ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചില കൺട്രീസിൻ്റെ ഗ്രോത്ത് പോലും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഫോർ എ കൺട്രി. ഇനി ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് പറയുന്നത്. ഇൻ 2018, പഴയ ബുക്ക് യൂസിന് ശ്രദ്ധിക്കാതെ അതിലുണ്ടായിക്കൊള്ളുന്നില്ല, ഓൾവേസ് യൂസ് ന്യൂ ടെക്സ്റ്റ് ബുക്ക്. ഇൻ 2018, with 106.5 million tons of crude steel production, India ranked second among the world crude steel producers. അതായത് സ്റ്റീലിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആണ് ക്രൂഡ് സ്റ്റീൽ. അതിൻ്റെ ഒരു ഫസ്റ്റ് ഫോം ആയിരിക്കും അത്. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ സെക്കൻഡാണ്. കാരണം 2018 റിപ്പോർട്ട് പ്രകാരം ഇത്ര മില്യനാണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. 106.5 മില്യൺ ടൺസ് ആണ് ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇന്ത്യ അതിൽ സെക്കൻഡാണ്. ഇനി കൺസംഷൻ്റെ ഇത് പ്രൊഡക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കൺസംഷൻ അല്ലെങ്കിൽ യൂസേജിൻ്റെ കാര്യത്തിൽ ഇൻ 2018 കൺസംഷൻ ഓഫ് സ്റ്റീൽ ഇൻ ഇന്ത്യ വാസ് ഓൺലി 70.9 കിലോഗ്രാം പെർ ഇയർ. ബട്ട് അതേ സമയത്ത് ഓർത്തിരിക്കണം, വേൾഡ് ആവറേജിൽ എത്രയോ ഹൈ ആണ്. വേൾഡ് ആവറേജ് ഈസ് 224.5 കിലോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഓൾമോസ്റ്റ് ഓക്കെ ആണെങ്കിലും കൺസംഷൻ പൊതുവേ കുറവാണ്. ഇനി നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ അയൺ ഓറിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അയണിൻ്റെ പ്രൊഡക്ഷൻ. നമുക്കത് ഡീറ്റെയിൽസ് ആയിട്ട് സോഷ്യൽ പഠിക്കേണ്ട ആവശ്യം വരാറില്ല, അപ്പോൾ അത്ര ക്വസ്റ്റ്യൻ പൊതുവെ ചോദിക്കാറില്ല. എന്നാൽ ഈ പോയിന്റ് ഓർത്തിരിക്കുക, നമുക്ക് ഈ അയൺ പ്രൊഡക്ഷന് വേണ്ടി വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്കറിയാം. ഒന്ന് അയൺ ഓർ തന്നെയാണ്. വിത്തൗട്ട് അയൺ ഓർ വി കാൻ പ്രൊഡ്യൂസ് അയൺ. ഫസ്റ്റ് വരുന്ന അയൺ ഓറാണ്. അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. സെക്കൻഡ് വണ്ണാണ് കോക്കിംഗ് കോൾ, അതുകൂടാതെ ലൈം സ്റ്റോൺ. ഇനി ഇതിൻ്റെ ഒരു റേഷ്യോ ഒന്ന് ഓർത്തിരിക്കുക. ആ റേഷ്യോ വരുന്നത് 4:2:1. അതായത് അയൺ ഓറാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്, അത് 4 ആണ്. കോക്കിംഗ് കോൾ 2, ലൈം സ്റ്റോൺ 1. അപ്പോൾ അയൺ ഓർ പ്ലസ് കോക്കിംഗ് കോൾ പ്ലസ് ലൈം സ്റ്റോൺ റേഷ്യോ 4:2:1. ഇനി മറ്റ് ചില പോയിന്റ്സ് നോക്കാം. അയൺ ഓറിൻ്റെ 2 പോയിന്റ്സോടെ ബാക്കിയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരു അതോറിറ്റി ഉണ്ട് ടു കൺട്രോൾ ദി സ്റ്റീൽ പ്രൊഡക്ഷൻ.
അതോറിറ്റിയുടെ പേരാണ് SAIL, അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഈ അതോറിറ്റിയാണ് ഇന്ത്യയുടെ ഈ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതോറിറ്റിയാണ് SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ചൈന ഈസ് എ ലീഡിംഗ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് സ്റ്റീൽ ഇൻ ദ വേൾഡ്. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും അതുപോലെ കൺസ്യൂമറും സ്റ്റീലിന്റെ കാര്യത്തിൽ ഇൻ ദ വേൾഡ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ അയൺ ആൻഡ് സ്റ്റീലിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ള ചില പോയിന്റ്സ്. ഇനി നിങ്ങൾക്കതിൽ പഠിക്കാൻ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് വൈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് എ ഹെവി ഇൻഡസ്ട്രി. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നോക്കാം. ബിക്കോസ് ഓൾ ദ റോ മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ഹെവി ആൻഡ് ബൾക്കി എൻടൈലിംഗ് ഹെവി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഈ ഒരു 3 കാര്യം കൊണ്ടാണ് നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ ഒരു ഹെവി ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ, നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ റോ മെറ്റീരിയൽസും വളരെ ഹെവിയാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന അവസാനത്തെ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതും ഹെവിയാണ്. മാത്രമല്ല ഈ റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് രണ്ടിനും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെവി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വരുന്നത്. കാരണം അത്രയും ബൾക്കി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ 3 കാര്യം കൊണ്ടാണ് വി യൂഷ്വലി കോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി എ ഹെവി ഇൻഡസ്ട്രി. ഇനി നമുക്ക് അയൺ ആൻഡ് സ്റ്റീലിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമിൽ പഠിക്കാം. ചോട്ട നാഗ്പൂർ പ്ലാറ്റോ റീജിയൻ ഹാസ് എ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. വൈ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ചോട്ട നാഗ്പൂർ പ്ലാറ്റോ റീജിയനിൽ മാത്രം കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കാണുന്നത്? നമുക്ക് നോക്കാം അതിൻ്റെ റീസൺ. ഫസ്റ്റ് വൺ, മോർ അയൺ ഓർ ഈസ് അവൈലബിൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അയൺ ഓർ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിൽ ചോട്ട നാഗ്പൂർ റീജിയനിലാണ്. സോ ക്വൈറ്റ് നാച്ചുറലി നമുക്ക് അവിടെ ഒരുപാട് അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറീസും കാണാൻ പറ്റും. സെക്കൻഡ് വൺ, ഇവിടുന്ന് കിട്ടുന്ന എല്ലാ അയണോറും നല്ല ഗുഡ് ക്വാളിറ്റി അയണോറാണ്. ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ്. ഗുഡ് ക്വാളിറ്റി അയറോൺ ഈസ് ഗുഡ് ക്വാളിറ്റി ഓഫ് അയൺ ഓർ ഈസ് അവൈലബിൾ ഫ്രം ദിസ് റീജിയൻ. കൂടുതൽ അയണോർ കിട്ടുന്നുണ്ട്, കിട്ടുന്ന അയണോറെല്ലാം ഹൈ ക്വാളിറ്റിയുമാണ്. തേർഡ് വൺ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ആ ഒരു സെൻറ്റൻസ് ഇവിടെയും വരുന്നുണ്ട്, ചീപ്പ് ലേബർ. ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയത് നമുക്ക് ഒരുപാട് ലേബേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ ചീപ്പ് ലേബർ നമുക്ക് ഈ ചോട്ടാ നാഗ്പൂർ റീജിയനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് തേർഡ് റീസൺ. ഇനി ഫോർത്ത് റീസൺ, എല്ലാം കഴിഞ്ഞ് നമുക്ക് അവസാനം വേണ്ടത് അറിയാമല്ലോ, മാർക്കറ്റ് ഫെസിലിറ്റീസ് ആണ്. അപ്പോൾ അത് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യം കൊണ്ടാണ് ചോട്ടാ നാഗ്പൂർ റീജിയനിൽ നമുക്ക് കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കാണുന്നത്. ഇനി നമുക്ക് ഈ അയൺ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ള അവസാനത്തെ ഒരു ടോപ്പിക്കാണ്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമിൽ പഠിക്കാം. ഇന്ത്യ നോട്ട് ഏബിൾ ടു പെർഫോം ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ ഇൻ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. വൈ? ഇപ്പം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് അയൺ ഓർ കിട്ടുന്നുണ്ടെങ്കിലും ചില കാര്യം കൊണ്ട് നമ്മൾ അത്ര മുമ്പിലല്ല, നമ്മൾ അത്ര അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അവിടെ ഒരു 4 കാര്യമാണ് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ, ഹൈ കോസ്റ്റ് ആൻഡ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് കോക്കിംഗ് കോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അയൺ ഓർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കോക്കിംഗ് കോൾ. അതിന് ഹൈ ക്വാളിറ്റിയാണ് ഇന്ത്യയിലുള്ള, ഹൈ കോസ്റ്റാണ് ഉള്ളത്. മാത്രമല്ല അതിൻ്റെ അവൈലബിലിറ്റിയും കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ അയൺ ഓർ കുറച്ച് കൂടുതലാണെങ്കിലും അതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോക്കിംഗ് കോളിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. മാത്രമല്ല ഹൈ കോസ്റ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ, ലോവർ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ലേബേഴ്സ് ആവശ്യമുള്ളൊരു ഇൻഡസ്ട്രിയാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യയിൽ പല കാരണം കൊണ്ട് ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി അത്ര നല്ലതല്ല. കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി ലേബേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. തേർഡ് വൺ, നമ്മൾ പല പോയിന്റിലും പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം, ഇറഗുലർ സപ്ലൈ ഓഫ് എനർജി. ഏത് ഇൻഡസ്ട്രിയും പോലെ അയൺ ഇൻഡസ്ട്രിക്കും ഇറഗുലർ ആയിട്ടുള്ള തടസ്സമില്ലാതെയുള്ള എനർജി ആവശ്യമാണ്, മെയിൻലി ഇലക്ട്രിസിറ്റി. അത് പലപ്പോഴും ഇന്ത്യയിൽ കിട്ടുന്നില്ല. ആൻഡ് ലാസ്റ്റ് വൺ, പുവർ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമുക്ക് മോസ്റ്റ് മോഡേൺ മെഷീനറീസ് ഒന്നും ഇന്ത്യയിൽ ഇപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ അതാണ് പറയുന്നത് പുവർ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു 4 കാരണം കൊണ്ടാണ് ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ അത്ര മുന്നിൽ അല്ലാത്തത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു പോയിന്റ് വരുന്നുണ്ട് അവിടെ, ലിബറലൈസേഷൻ ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് have given a boost to the industry with the efforts of private entrepreneurs. അത് നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് വേൾഡിൽ കാണുന്ന ഒരു പോളിസിയാണ് ലിബറലൈസേഷൻ. അതായത് പണ്ടൊക്കെ
എക്സ്പോർട്ട് ഇമ്പോർട്ട് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, എല്ലാ കൺട്രീസിൻ്റെയും ഡോസ് മറ്റ് കൺട്രീസിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് നമുക്ക് പൊതുവെ അത്ര റെസ്ട്രിക്ഷൻ കാണാൻ പറ്റുന്നില്ല. നമുക്ക് എല്ലാ രാജ്യത്തിനുമായിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താൻ പറ്റും. ആ ഒരു പോളിസിയാണ് ലിബറലൈസേഷൻ. അതുപോലെ മറ്റൊന്നാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു കൺട്രി മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ എക്കണോമിക്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ എക്കോണമി, അവിടെ പഠിക്കും, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് ഹാവ് ഗിവൺ എ ബൂസ്റ്റ് ഇൻ ഇൻഡസ്ട്രി വിത്ത് ദ എഫേർട്സ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൂണേഴ്സ്. ഈ ഒരു രണ്ട് കാര്യം കൊണ്ട് ഇന്ത്യയിലെ ഇപ്പോൾ എയർ ആൻഡ് സീ ഇൻഡസ്ട്രി കുറച്ചുകൂടെ ഡെവലപ്ഡായി വരുന്നുണ്ട്. ഇതിന് മെയിൻ കാരണം ഗവൺമെൻറ് പോളിസി അല്ല, പലപ്പോഴും പ്രൈവറ്റ് എൻ്റർപ്രൂണേഴ്സാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എയർ ആൻഡ് സീ ഇൻഡസ്ട്രി. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സെക്കൻഡ് ഇൻഡസ്ട്രിയാണ് അലുമിനിയം സ്മെൽറ്റിംഗ്. ആഫ്റ്റർ എയർ ആൻഡ് സീ ഇൻഡസ്ട്രി നൗ ഇറ്റ് ഈസ് അലുമിനിയം സ്മെൽറ്റിംഗ്. അതിലെ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റലർജിക്കൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. മെറ്റലർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിനറൽസ് അതുപോലെ മെറ്റൽസ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മെറ്റലർജി. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ നോ ഡൗട്ട് അയൺ ആൻഡ് സ്റ്റീൽ തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നതാണ് അലുമിനിയം സ്മെൽറ്റിംഗ് ഇൻ ഇന്ത്യ. ഇനി സെക്കൻഡ് പോയിന്റ്, ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ സ്മെൽറ്റേഴ്സ് ഈസ് കോൾഡ് ബോക്സൈറ്റ്. നിങ്ങൾക്കറിയാം അലുമിനിയത്തിൻ്റെ മെയിൻ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അത്രേ ഉള്ളൂ. ദ ഓർ ഓഫ് അലുമിനിയം ഈസ് നോൺ ആസ് ബോക്സൈറ്റ്. ഇനി നമുക്ക് ഈ ബോക്സൈറ്റിൻ്റെ ഒരു ഫീച്ചർ നോക്കാം. ഇറ്റ് ഈസ് എ വെരി ബൾക്കി ഡാർക്ക് റെഡിഷ് കളേർഡ് റോക്ക്. വളരെ ബൾക്കി ആയിട്ടുള്ള ഡാർക്ക് റെഡിഷ് കളറായിട്ടുള്ള റോക്കാണ് ഈ ബോക്സൈറ്റ് എന്ന് പറയുന്നത്. അലുമിനിയം അല്ല, ബോക്സൈറ്റ്. ഇനി അലുമിനിയത്തിന് കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. ഇറ്റ് ഈസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇതൊക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് ലൈറ്റ്. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു മെറ്റലാണ്. റെസിസ്റ്റൻസ് ടു കൊറോഷൻ, പെട്ടെന്ന് അങ്ങനെ തുരുമ്പ് പിടിക്കുന്ന ഒരു മെറ്റലല്ല. എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഇലക്ട്രിസിറ്റി. അതുപോലെ മാലിയബിൾ ആണ്, നമുക്കതിനെ തിൻ ഷീറ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിക്കം സ്ട്രോങ് വെൻ ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് അതർ മെറ്റൽസ്. അലുമിനിയം അത്ര സ്ട്രോങ് അല്ലെങ്കിലും ഇത് മറ്റ് മെറ്റൽസുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു മെറ്റലായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് അലുമിനിയത്തിൻ്റെ ചില ബേസിക് ഫീച്ചേഴ്സ്. ഇനി നമ്മൾ എന്തിനൊക്കെയാണ് അലുമിനിയം യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയുന്ന പോലെ ഇറ്റ് ഈസ് യൂസ് ടു മെയിൻലി ടു മാനുഫാക്ചർ എയർക്രാഫ്റ്റ്, യൂട്ടൻസിൽ ആൻഡ് വയർ. എയർക്രാഫ്റ്റും അതുപോലെ യൂട്ടൻസിൽസും വയറെല്ലാം നമുക്കറിയാം. ഈ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലെ മെയിൻ പാർട്ട് തന്നെയാണ് ഈ അലുമിനിയം വയേഴ്സ്. ഇതിനൊക്കെയാണ് മെയിനായിട്ട് അലുമിനിയം യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പോയിന്റ്, ഇറ്റ് ഹാസ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റീൽ, കോപ്പർ, സിങ്ക് ആൻഡ് ലെഡ് ഇൻ എ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് ഈ പറയുന്ന 4 മെറ്റൽ, സ്റ്റീല്, കോപ്പർ, സിങ്ക്, ലെഡ്, ഈ 4 പകരമായിട്ട് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ പലപ്പോഴും ഇന്ന് അലുമിനിയമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലാരിറ്റി ഇപ്പോൾ അടുത്തായിട്ട് കൂടിയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഈ അലുമിനിയം ഇൻഡസ്ട്രി കൂടുതലായിട്ട് ഗ്രോ ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, കേരള, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാടു. അപ്പോൾ ഈ സ്റ്റേറ്റിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ അലുമിനിയം ഇൻഡസ്ട്രി ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ അയണിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് അലുമിനിയം ഇൻഡസ്ട്രിക്ക് വേണ്ട മെയിൻ കമ്പോണൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. 4 to 6 tons ഓഫ് ബോക്സൈറ്റ് പ്ലസ് 2 tons ഓഫ് അലുമിന ഈസിക്കൽ ടു 1 ton ഓഫ് അലുമിനിയം. നമ്മൾ 4 മുതൽ 6 ടൺ വരെ ബോക്സൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതുപോലെ 2 tons ഓഫ് അലുമിനിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ton ഓഫ് അലുമിനിയം ആയിരിക്കും. അതിൻ്റെ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷെ അത്രയൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കാറില്ല. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് അലുമിനിയം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാനുള്ള ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി നമുക്ക് ഈ റോ മെറ്റീരിയൽസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിൽ അടുത്ത വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി. ഇവിടുന്ന് ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരു കാറ്റഗറിയിൽ പഠിച്ച ഇൻഡസ്ട്രി തന്നെ മറ്റൊരു കാറ്റഗറിയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നുകൂടെ ഈസിയാണ്. ഒരു കാര്യം ചെയ്യാൻ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ എല്ലാ ടോപ്പിക്കും കഴിഞ്ഞതിന് ശേഷം ഒരു സമ്മറി തരാം, ഏതൊക്കെ ഇൻഡസ്ട്രി ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, കെമിക്കൽ ഇൻഡസ്ട്രി. അതിലെ ഫസ്റ്റ് പോയിന്റ്, ദ കെമിക്കൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് ഫാസ്റ്റ് ഗ്രോയിങ് ആൻഡ് ഡൈവേഴ്സിഫൈ. നമുക്ക് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കെമിക്കൽ ഇൻഡസ്ട്രി ഇന്ത്യയിലുണ്ട്. മാത്രമല്ല ഇതെല്ലാം ഗ്രോ ചെയ്യുന്നുമുണ്ട്.
ഇനി GDP ഷെയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്, അതായത് കെമിക്കൽ ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 3% ഓഫ് ദി GDP. 3% GDP ഷെയർ കിട്ടുന്നത് നമുക്ക് കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്നാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി ഇറ്റ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഏഷ്യ ആൻഡ് 12th ലാർജർ ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് സൈസ്. സൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏഷ്യയിലെ തേർഡ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി. അതുപോലെ വേൾഡ് ലെവൽ എടുക്കുകയാണെങ്കിൽ 12th ലാർജസ്റ്റ് ഇൻഡസ്ട്രിയുമാണ് സൈസിന്റെ കാര്യത്തിൽ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കംപ്രൈസ് ബോത്ത് ലാർജ് ആൻഡ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. ഇത് നമുക്ക് രണ്ട് ഭാഗമായിട്ട് ചെയ്യാം. സ്മോൾ സ്കെയിലായിട്ടും ചെയ്യുന്നുണ്ട്, അതുപോലെ ലാർജ് സ്കെയിലായിട്ടും ഈ ഇൻഡസ്ട്രി നടക്കുന്നുണ്ട്. ഇനി ഇതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സെക്ടേഴ്സ് ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി ആർ റാപ്പിഡ്ലി ഗ്രോയിങ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്, അതായത് കാർബൺ കണ്ടന്റ് വരുന്നതും അതുപോലെ ഇല്ലാത്ത ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് സോഷ്യലി വരുന്നില്ല. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, രണ്ട് സെക്ടർ വരുന്നുണ്ട്, ഓർഗാനിക്കും ഇൻഓർഗാനിക്കും. അത് രണ്ടും റാപ്പിഡ്ലി ഗ്രോയിങ് ആണ് ഇന്ത്യയിൽ. ഇനി നമുക്ക് ഓർഗാനിക്കിലെ എക്സാമ്പിൾ നോക്കാം. ഓർഗാനിക് കെമിക്കൽ ഇൻക്ലൂഡ് പെട്രോകെമിക്കൽസ്. പെട്രോകെമിക്കൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്, സിന്തറ്റിക് റബ്ബർ, പ്ലാസ്റ്റിക്സ്, ഡൈസ്റ്റെപ്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇത്രത്തിരുന്നാൽ മതി. ഓർഗാനിക് കെമിക്കൽസിൽ വരുന്ന മെയിനായിട്ട് വരുന്നതാണ് പെട്രോകെമിക്കൽ. ഇനി പെട്രോകെമിക്കൽസിന് കുറച്ച് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിന്തറ്റിക് ഫൈബർ, സിന്തറ്റിക് റബ്ബർ, പ്ലാസ്റ്റിക്, ഡൈസ്റ്റെപ്സ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇനി ഇൻഓർഗാനിക്, അതിൽ വരുന്ന മെയിനായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് സൾഫ്യൂരിക് ആസിഡ്, മറ്റൊന്ന് നൈട്രിക് ആസിഡ്, ആൽക്കലി, സോഡ ആഷ്, മൂന്നാമത്തത് കാസ്റ്റിക് സോഡ. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ യൂസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ ഫെർട്ടിലൈസേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്സ്, അഡ്ഹസീവ്സ്, പെയിൻറ്റ്സ്, ഡൈസ്റ്റെപ്സ്. ഈ കാര്യങ്ങളൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വരുന്നത് ഓർത്ത് വയ്ക്കുക ഇൻഓർഗാനിക് കെമിക്കൽസിലാണ്. ഇനി അതിലെ സെക്കൻഡ് ഒന്നാണ് നൈട്രിക് ആസിഡ്, ആൽക്കലി, സോഡ ആഷ്. ഇത് 3 യൂസ് ചെയ്യുന്നത് ടു മേക്ക് ഗ്ലാസ്, സോപ്സ്, ഡിറ്റർജൻറ്റ്സ് ആൻഡ് പേപ്പർ. ഇനി മൂന്നാമത്തെ വരുന്നത് കാസ്റ്റിക് സോഡ. അപ്പോൾ ഇത്രയാണ് ഇൻഓർഗാനിക് കെമിക്കൽസിൻ്റെ എക്സാമ്പിൾ. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ കെമിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിളോടെ നോക്കാം. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.